തിരുവനന്തപുരം നഗരസഭയിൽ അത്ഭുതങ്ങളുടെ പറുദീസയാകാൻ പോവുകയാണ്. അവിടെ BJPക്ക് 50% വോട്ട് കിട്ടി, 50 സീറ്റുകൾ കിട്ടി. പിന്നെ നമ്മുടെ കോൺഗ്രസിന് 19 സീറ്റ് മറ്റോ കിട്ടി, 2 സീറ്റ് സ്വതന്ത്രന് കിട്ടി. അപ്പോൾ 50ഉം 19ഉം 69ഉം 2 71ഉം ഒരു സീറ്റിന് തിരഞ്ഞെടുപ്പ് അടക്കണം. 72 പോയിട്ട് ബാക്കി 29 സീറ്റാണ് CPMന് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് BJPയുടെ മേയറാണ് വരുന്നത്. അത് ശ്രീലേഖ IPSO അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ അഡ്വക്കേറ്റ് BG ഗിരി എന്നുള്ളിടത്താണ് നമ്മളുടെ ചാനൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഡെപ്യൂട്ടി മേയറായിട്ട് സിമി ജ്യോതിഷ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി അല്ല ശ്രീലേഖ IPS ഡെപ്യൂട്ടി മേയറായിട്ട് BG ഗിരി മേയറാകുമോ അതോ നന്ദ ഭാർഗവ ആകുമോ, അതൊക്കെ ഇനി വരേണ്ട ദിവസങ്ങളിൽ വരുന്നതാണ്. കണ്ണമ്മൂട് ജയിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാ പാർട്ടിക്കാരും കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് എല്ലാ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം MV ജയമാന പ്രസ് ക്ലബ്ബിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരുമായിട്ടും എല്ലാവരും പഴയ ഇടതുപക്ഷക്കാരനാണ് പുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി 3 പാർട്ടികളെയും തോൽപ്പിച്ച് 3 മുന്നണികളെ LDFനെ UDFനെ NDAയും തോൽപ്പിച്ചുകൊണ്ടാണ് പുള്ളി ഇതായത്. അപ്പോൾ എന്നിട്ട് പുള്ളി പറയുന്നത് അത് എന്നെ ആരും വന്ന് കണ്ടിട്ടില്ല, ഞാൻ കൊടുക്കില്ലെന്ന് പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി ഇനി ബാർഗൻ ചെയ്യുമോ, പിന്നെ ഡെപ്യൂട്ടി മേയറാകാൻ പറ്റത്തില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആവണോ എന്നൊക്കെ വെച്ച് പുള്ളി നിൽക്കുമോ എന്നറിയില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ വല്ലതും വെച്ചുകൊണ്ട് പുള്ളിയെ എടുക്കുമോ എന്നറിയില്ല, അത് നമുക്കറിയില്ല. കോൺഗ്രസിന്റെ ഒരു വിമതൻ ജയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ എടുക്കുമോ എന്നറിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വിഴിഞ്ഞത്ത് ഒരു സ്ഥാനാർത്ഥി മരിച്ചു പോയതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച സ്ഥലം നമ്മുടെ BJPക്ക്, നമ്മുടെ BJP എന്ന് പറഞ്ഞ് ഞാൻ BJP അങ്ങനെയല്ല പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പറഞ്ഞത്, BJPക്ക് എന്തില്ല, പിന്നെ കച്ചി തൊടാൻ പറ്റത്തില്ല അവിടെ. കാരണം അവിടെ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർഡാണ്. CPM ജയിക്കാറുണ്ട് അവിടെ. CPM കോൺഗ്രസ് വാർഡുകളാണ്. പക്ഷേ അത് വാർഡൊക്കെ വെട്ടിമുറിച്ചൊക്കെ വന്നതുകൊണ്ട് ഇനി എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും BJPക്ക് അവിടെ കളം തൊടാൻ പറ്റുന്നൊരു വാർഡല്ല. ഒരു നാടാർ കാൻഡിഡേറ്റിനാണ് BJP കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ചത് നിർത്തി. പക്ഷേ അത് എന്ത് പറ്റി, തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചല്ലോ. ഇനി ആ കാൻഡിഡേറ്റ് തന്നെ നിൽക്കുമോ എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഒരു ക്രിസ്തീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കാനുള്ള, ഒരു ജനകീയ മുന്നണി പോലെ ഒരു ക്രിസ്തീയ സ്ഥാനാർത്ഥി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് BJP നന്നായി സപ്പോർട്ട് ചെയ്യും. അത് താമര ചിഹ്നത്തിൽ നിൽക്കുമോ ഏത് ചിഹ്നത്തിൽ നിൽക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും അവിടെ നിന്നൊരു സ്വതന്ത്രനെങ്കിൽ സ്വതന്ത്രനെ, പക്ഷേ BJP ആയിട്ടുള്ള ടൈപ്പുള്ള സ്വതന്ത്രനാണ്, അല്ല വെറുതെ ഒരു സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള ഒരാളല്ല. പള്ളിക്കാർക്ക് കൂടി, അവിടുത്തെ പള്ളിക്കാർക്കും ക്രിസ്ത്യാനികൾക്കും കടലോര തീരത്തുകാർക്കും ഒക്കെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളിനെ കാൻഡിഡേറ്റായിട്ട് നിർത്താനുള്ള അന്വേഷണത്തിലാണ് BJP. അങ്ങനെ ഒരാളെ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് അതുകൂടെ ജയിച്ചാൽ അതും കൂടെ പിടിച്ച് രാധാകൃഷ്ണന് ഈ പറഞ്ഞ ബാർഗൈൻ ചെയ്യാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ബാർഗൈൻ ചെയ്യുമെന്ന് എല്ലാവരും കരുതുന്ന രാധാകൃഷ്ണനും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റേ മൂന്നാമത്തെ ആൾ, അവരെല്ലാം കൂടി വരികയാണെങ്കിൽ 53 സീറ്റാവും. സുഖമായി BJPക്ക് ഭരിച്ചു പോകാൻ പറ്റും. ഇനി അല്ല അതിനപ്പുറം 51 വരുന്നുള്ളൂവെങ്കിലും 50 എന്തായാലും ഉണ്ട്, അതിൽ നിന്ന് ആരും പുറത്തു പോകാൻ സാധ്യതയില്ല. പിന്നെ BJP ശ്രമിക്കുന്ന മറ്റൊരു ശ്രമം കേൾക്കുന്നത് 19 സീറ്റ് കോൺഗ്രസിലുണ്ട്. അതിൽ ചില ചേട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെ മാനസാന്തരപ്പെട്ട് നിൽപ്പുണ്ട്. അവർ ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട്. 6-7 പേരെങ്കിലും 8-9 പേരെങ്കിലും ഇങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്. 10 പേരിൽ കൂടുതലെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. CPMനകത്തും വേറെ ചില അടിയൊഴുക്കൾ നടക്കുന്നുണ്ട്. കാരണം CPMലും പഴയ CPM അല്ല, CPMലുള്ളവരും BJP പോകാൻ ഇപ്പം തയ്യാറാണ്. CPMന്റെ അണ്ടൂർക്കോണം ഭാഗത്തുള്ള ഒരു ഏരിയ സെക്രട്ടറി അല്ലേ, മംഗലാപുരം ഏരിയ സെക്രട്ടറി എന്ന് തോന്നുന്നു, ഒരു ഏരിയ സെക്രട്ടറി അല്ലേ CPMലേക്ക് ഡയറക്റ്റ് ചെന്ന് കയറിയത്. ഒരുപാട് ആളുകൾ CPMൽ നിന്ന് BJP പോകുന്നുണ്ട്. അത് പഴയതുപോലത്തെ കാലമൊന്നുമല്ല. അപ്പോൾ CPMലെ ചില കൗൺസിലർമാരും, അപ്പോൾ അതുകൊണ്ട് 26-ാം തീയതി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഏതെന്നറിയില്ല, മേയർ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അട്ടിമറി നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. 6 മാസത്തിനകത്ത് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യമുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കുന്നത് 6 മാസത്തിനകത്ത് മതിയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് 6 മാസം വരെ കൊണ്ടുപോകാം. അപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കഥകളായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പുതിയ പരീക്ഷണം, രാഷ്ട്രീയ സമവാക്യവും പുതിയ പരീക്ഷണവും വരുന്നു എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു വിവരം. അപ്പോൾ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരുപാട് ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ശ്രീലേഖ IPSനെ കൊണ്ടുവന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, നിർത്തി ജയിപ്പിച്ചു, മേയർ കാൻഡിഡേറ്റ് ആവുമോ എന്നുള്ള നിലയിലേക്ക് വളർത്തിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല വന്ന് പിറ്റേ ദിവസം അവരെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കുകയാണ്. ഒരു പാർട്ടിയിൽ സംഭവിക്കുന്നതല്ല. ഇപ്പൊ സന്ദീപ് വാര്യരൊക്കെ ആക്കിയെന്ന് പറഞ്ഞാൽ 100 ജനറൽ സെക്രട്ടറിമാരുള്ളതിൽ ഒരു സെക്രട്ടറിയാണ് ആക്കിയത്. അതിനകത്ത് കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല സന്ദീപ് വാര്യർ വരുന്നതെന്ന് പറഞ്ഞാൽ BJPയെ തെറി പറയാൻ ഒരു കോടാലി വാസു വേണം എന്നുള്ള നിലയിലാണ്. ഇപ്പം ജാമ്യം കിട്ടിയിട്ടുണ്ട്.
അങ്ങനെയാണ് സന്ദീപ് വാര്യരൊക്കെ നിൽക്കുന്നത്. പിന്നെ അപ്പൊ പാലക്കാട് ചില ബുദ്ധിമുട്ട് പുള്ളി ഉണ്ടാക്കുകയും ചെയ്തു ബി.ജെ.പിക്ക്. പുള്ളിയുടെ ചില ഇടപെടലുകളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ബി.ജെ.പിക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ സീറ്റ് കുറഞ്ഞല്ലോ, പുള്ളിക്ക് അവകാശപ്പെടാം പാലക്കാട്. അപ്പൊ എന്തായാലും സന്ദീപ് വാര്യർക്ക് കൊടുത്തതുപോലെ അല്ലെങ്കിൽ മറ്റിപ്പോ ശശി തരൂരിന് കൊടുത്തു അങ്ങനെ ഒരു സാധനമല്ല. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാക്കി അത് ആര് ബി.ജെ.പിയെ കൊണ്ടുപോകുമ്പോഴും പ്രധാനപ്പെട്ട ആളുകളെ അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ടുപോയി ഉടനെ തന്നെ കേന്ദ്രമന്ത്രിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പാർലമെന്ററി ബോർഡിൽ എടുക്കുന്നു, വലിയ വലിയ കമ്മിറ്റികളിൽ എടുക്കുന്നു. അതുപോലെ തന്നെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടുപോയി ദേശീയ തലത്തിൽ വൈസ് പ്രസിഡന്റ് ആക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണനെ കൊണ്ടുപോയിട്ട് പല പ്രാവശ്യം മത്സരിപ്പിച്ചു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കുന്നു. ഇങ്ങനെ ആര് ചെന്നാലും അവരെ എല്ലാം വലിയ വലിയ പൊസിഷനുകളിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അർഹമായ പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റി മോഡലുള്ളവരെ IPS വരെ IAS വരെ കൊണ്ടുപോകണുള്ളൂ, അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചവരായിരിക്കണം, അല്ലാത്തവരാരെയും കൊണ്ടുപോവുകയില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ പോകാൻ നിന്നാൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾ, ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ പിന്നെ ദളിത് ആദിവാസികൾ, അതുപോലെ തന്നെ മറ്റ് പിന്നെ നായർമാർ, ഈഴവന്മാർ, അങ്ങനെ ഒരുപാട് മാസുണ്ട്. ഈ മാസിലുള്ള ആരുകളും ഈ ബി.ജെ.പിയിലായിട്ട് ചേരുന്നതായിട്ട് ഒന്നും കാണുന്നുമില്ല. കൂടുതലും ചേരുന്നത് ഒന്നുകിൽ സെലിബ്രിറ്റികൾ, അല്ലെങ്കിൽ IPSകാർ, അല്ലെങ്കിൽ IASകാർ, അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, നേവിയിൽ നിന്ന് വന്നവർ, ക്യാപ്റ്റന്മാർ, ആർമിയിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചവർ. അല്ലാത്ത സാധാരണ മാസ് ഉണ്ടല്ലോ, ഒരു ക്രിട്ടിക്കൽ മാസ് ഉണ്ട്. ആ മാസിന്റെ ഒരു ഇടപെടൽ ഇതുവരെ കാണുന്നില്ല. അത് ബി.ജെ.പിയുടെ വലിയൊരു തടസ്സവുമാണ് വളർച്ചയ്ക്ക്. എന്തായാലും കേരളത്തിൽ പിന്നെ തിരുവനന്തപുരത്തിന്റെ മറ്റൊരു കഥ എടുക്കുമ്പോൾ, കേരളത്തിന്റെ കഥ എടുത്താലും 16% ഉണ്ടായിരുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ അത് 14% വോട്ടായി കുറഞ്ഞു. തിരുവനന്തപുരത്തിന്റെ കണക്കെടുക്കുമ്പോൾ 50 സീറ്റ് ബി.ജെ.പി പിടിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് CPM ആണ്. അതൊരു വലിയ കണക്കാണ്. കൊല്ലം കോർപ്പറേഷനിലും CPM ഭരണത്തിൽ നിന്ന് പോയി UDF ഭരണത്തിൽ വന്നപ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് LDF ആണ്, CPM ആണ്. അപ്പൊ CPM-നെ അങ്ങനെ നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല. അത് ഞാൻ ഇത് കണക്ട് ചെയ്യുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ UDF-ന്റെയോ LDF-ന്റെയോ ഒരാളാണ് ജയിക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്ഷിപ്പ് കൊണ്ടോ, ഇനിയിപ്പോ കാൻഡിഡേറ്റ് മാറാൻ സാധ്യതയുണ്ട്, നിലവിലുള്ളവർ തന്നെ മത്സരിക്കണമെന്ന് നിർബന്ധമില്ല. കാൻഡിഡേറ്റ്ഷിപ്പ് മൊത്തത്തിൽ മാറി അവിടെ LDF-ഓ UDF-ഓ ജയിക്കുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം 28 എന്നുള്ളത് 29 എന്നുള്ള 30 ആകും, മറ്റവരെ സംബന്ധിച്ചിടത്തോളം 19 എന്നുള്ളത് 20 ആകും. വീണ്ടും ബി.ജെ.പിയുടെ സമ്മർദ്ദം ഒരു ലെവൽ കൂടി കൂടും. കാരണം ഇത് ഓരോ ഘട്ടം കഴിയുന്നവർ അങ്ങോട്ട് പോകുന്നു. എന്തായാലും ബി.ജെ.പിയിൽ നിന്ന് ആളുകൾ പുറത്തു പോകാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല ബി.ജെ.പിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടോ കോൺഗ്രസും LDF-ഉം കൂടെ ചേർന്നുള്ള LDF UDF മുന്നണി വരാൻ സാധ്യതയില്ല. അത് പാലക്കാടും അങ്ങനെ വേണ്ട തീരുമാനിച്ചിരിക്കുന്നു, തൃപ്പൂണിത്തുറയിലും അങ്ങനെ വേണ്ട. കാരണം അങ്ങനെ വന്നാലുള്ള കുഴപ്പം അടുത്ത തെരഞ്ഞെടുപ്പിന് ബി.ജെ.പിക്ക് എളുപ്പമായി. എന്താണ് ബി.ജെ.പിക്ക് പറയാം, എന്താ കണ്ടല്ലോ ഇന്ത്യ മുന്നണി കേരളത്തിൽ വന്നു, മോരും മുതിരയും തമ്മിൽ, കടലും കടലാടിയും തമ്മിൽ യോജിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മുറുക്കും മുള്ളും തമ്മിൽ യോജിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതാ പ്രതിപക്ഷത്ത് വന്നിരിക്കുന്നു എന്ന് പറയാൻ ബി.ജെ.പിക്ക് കഴിയും. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം.